ചൈനയ്ക്കെതിരെ 50 മുതൽ 104% വരെ അധിക താരിഫ് ചുമത്തി ട്രംപ്. തങ്ങളുടെ രാജ്യത്ത് വിൽപ്പന നടത്തുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് 34% താരിഫ് ചൈന ഏർപ്പെടുത്തിയിരുന്നു. ഈ തീരുമാനം പിൻവലിക്കാൻ 24 മണിക്കൂർ സമയം ചൈനയ്ക്ക് താരിഫ് നൽകിയിരുന്നെങ്കിലും തീരുമാനം അനുകൂലമായിരുന്നില്ല. തുടർന്നാണ് അധിക താരിഫ് ഇന്നു മുതൽ നടപ്പാക്കിയത്. ചൈനയുമായി 1 ലക്ഷം കോടിയുടെ വരെ വ്യാപാര കമ്മി നിലനിൽക്കുന്നുണ്ടെന്ന് കഴിഞ്ഞ ദിവസം ട്രംപ് അറിയിച്ചിരുന്നു. ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാക്കാതെ താരിഫ് കുറയ്ക്കുക സാധ്യമല്ല എന്ന ഉറച്ച നിലപാടിലായിരുന്നു ട്രംപ് അധികാരമേറ്റ ഉടൻ തന്നെ 10% അധിക താരിഫ് ചൈനയ്ക്ക് ചുമത്തുമെന്നായിരുന്നു നിലപാട്. 10% അധിക താരിഫ് അമേരിക്ക ചുമത്തിയതോടെ ചൈനയിൽ വിൽക്കുന്ന അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് പകര നികുതി ഏർപ്പെടുത്തി. ചൈനയുടെ ഈ നീക്കം പിൻവലിക്കാൻ 24 മണിക്കൂർ ട്രംപ് സമയം നൽകിയിരുന്നു. മുന്നറിയിപ്പ് ചൈന അവഗണിച്ചതോടെ 50 മുതൽ 104% വരെയാണ് അമേരിക്ക അധിക താരിഫ് ചുമത്തിയത്. അമേരിക്കയിൽ കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ നികുതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ചൈനയുടെ വലിയൊരു വിപണിയാണ് ഇതോടെ നിശ്ചലമായിരിക്കുന്നത്. പുതുക്കിയ താരിഫ് ഘടന ഇന്നു മുതൽ നടപ്പാക്കുകയും ചെയ്തു. നേരത്തെ 100ഓളം രാജ്യങ്ങൾക്ക് 10% അധിക താരിഫും നിരവധി രാജ്യങ്ങൾക്ക് 27% വരെ താരിഫും അമേരിക്ക ചുമത്തിയിരുന്നു. കടുത്ത തീരുമാനം ചൈനയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പ്രതികൂലമായി ബാധിക്കും. മാത്രമല്ല അമേരിക്കയിലെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിക്കാൻ ഇത് വഴിവെക്കുകയും ചെയ്യുമെന്ന് ട്രംപ് കണക്ക് കൂട്ടുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.